നമസ്തേ. മഹാമയൂരി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ വാവശാന്തി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ്. 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ കർക്കടകം 31 വരെയുള്ള അശ്വതി നക്ഷത്രത്തിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അശ്വതി നക്ഷത്രം മേടം രാശിയിൽ അല്ലെ മേടക്കൂറിലാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ ജനനം വരുന്നത്. അതിൻ്റെ ദേവത എന്ന് പറയുന്നത് അശ്വിനി ദേവതകളാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത. ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രവുമാണ് അശ്വതി നക്ഷത്രം. അശ്വതിയിൽ ജനിക്കുന്ന ആളുകൾ പൊതുവെ വിജ്ഞാനവും അറിവും സൗന്ദര്യവും ബുദ്ധിശക്തിയും ഒക്കെ വളരെ കൂടുതലായി പ്രകടിപ്പിക്കുകയും ഉള്ള ആളുകളുമാണ് അശ്വതി നക്ഷത്ര ജാതർ. കേതുദശാകാലത്തിൽ ജനിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ കേതുദശാകാലത്താണ് അശ്വതി നക്ഷത്ര ജാതരുടെ ജനനം വരുന്നത്. അതുകൊണ്ട് തന്നെ 1.25 വയസ്സ് വരെ ബാലാരിഷ്ടതകളും ഒക്കെ ഉള്ളൊരു നക്ഷത്രം കൂടിയാണ് അശ്വതി നക്ഷത്രം. രോഗങ്ങളോ ദുരിതങ്ങളോ ചെറുതായിട്ട് അലട്ടാമെങ്കിൽ പോലും അതിനുശേഷം വളരെ ശോഭനമായിട്ടുള്ള 1201 ആണ്ട് വളരെ ശോഭനമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ് കാണിക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഉയർച്ചയും ഉന്നതിയും പരീക്ഷകളിലൊക്കെ വിജയവും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കാനായിട്ടും അല്ലെങ്കിൽ പരീക്ഷകൾ നല്ല രീതിയിലുള്ള വിജയങ്ങളും കാര്യങ്ങളും ഉണ്ടാവാനായിട്ടൊക്കെ പറ്റിയൊരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. കൂടാതെ കലാകായിക രംഗങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ 1201 ആണ്ട്. എന്നാൽ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, വിദേശത്ത് ഒക്കെ ഉപരിപഠനമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ വർഷം പകുതിയോടുകൂടി ആ തടസ്സങ്ങളെല്ലാം മാറി ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടും ഉള്ളൊരു സാഹചര്യവും കാര്യങ്ങളും ഉള്ളൊരു സമയത്തൂടെയാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളും കിട്ടാനായിട്ട് നിയമപരമായിട്ടുള്ളത് അതല്ലെങ്കിൽ മെഡിക്കൽ, ഇലക്ട്രോണിക്, എൻജിനീയറിങ് ഇങ്ങനെയുള്ള വിഭാഗത്തിലേക്കുള്ള ജോലികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവാനായിട്ടും അല്ലെങ്കിൽ ഈ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുകയാണ് എങ്കിൽ കുറച്ചും കൂടെ തൊഴിൽ നല്ല ഉന്നതമായിട്ടുള്ള സ്ഥാനവും ശ്രേയസ്സും കീർത്തിയൊക്കെ അതിൽ കൂടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളൊരു സമയം കൂടിയാണ്. കൂടാതെ വിദ്യാഭ്യാസം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് നടക്കുകയും അതിനെ ഭംഗിയായിട്ട് നമുക്ക് അനുകൂലമാക്കി വരുത്താനൊക്കെ പറ്റിയൊരു സമയത്തൂടെയാണ് നാം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവാഹങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം പകുതിക്ക് ശേഷം അതിനുള്ള യോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ കാണിക്കുന്നുണ്ട്. വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ ഈ വർഷം പകുതിക്ക് ശേഷം അതിനുള്ള യോഗങ്ങളോ കാര്യങ്ങളോ ഉള്ള ഒരു സമയം കൂടിയാണ്. കൂടാതെ പുതിയ ഗ്രഹം നിർമ്മിക്കാൻ, വാഹനം മേടിക്കാനായിട്ട്, പുതിയ വീട് വെക്കാനായിട്ട് ഉള്ള യോഗങ്ങളും കാര്യങ്ങളും ഉള്ളൊരു സമയത്തൂടെയാണ് കടന്നു പോകുന്നത്. അതുകൂടാതെ പുതിയ വാസസ്ഥലത്തേക്ക് താമസം മാറാനായിട്ട് അങ്ങനെയുള്ള യോഗങ്ങളോ കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ വാഹനങ്ങളോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധ വേണ്ട ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പിന്നെ ഭക്ഷണവും സമയവും കൃത്യമായിട്ട് ക്രമീകരിക്കാൻ പറ്റിയാൽ രോഗങ്ങളോ കാര്യങ്ങളോ വളരെ കുറഞ്ഞിരിക്കുകയും പണ്ട് മുതലേ കൃത്യമായ രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
ഒക്കെ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ രോഗങ്ങളോ കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞിരിക്കാനായിട്ടുള്ളൊരു സാധ്യതയും ഉള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. എന്നിരുന്നാൽ പോലും ഗുണദോഷ സമ്മിശ്രമാണ് ഈ ഒരു വർഷമെങ്കിൽ പോലും ദോഷഫലങ്ങൾ കുറഞ്ഞും ഗുണഫലങ്ങൾ ഏറിയും ഇരിക്കുന്നൊരു സമയത്തോടുകൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അവസ്ഥ, പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങളും കാലതാമസങ്ങളൊന്നും ഉണ്ടാവാതെ സബലീകൃതമാവാനായിട്ടും നടക്കാനായിട്ടും നടത്തിയെടുക്കാനായിട്ടും പരീക്ഷകളിലൊക്കെ വിജയങ്ങളോ കാര്യങ്ങളോ ഒക്കെ നേടിയെടുക്കാനായിട്ടും ഒക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ വരാൻ പോകുന്നത്. എന്നിരുന്നാലും എല്ലാവിധ ഭാവങ്ങളും ഈ വർഷത്തിൽ എല്ലാവിധ നന്മകളും ഉണ്ടാവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.